എല്ലാവർക്കും ഏതൻ ഇവ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ദുബായിലെ സ്കൂൾ അഡ്മിഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഏജ് ക്രൈറ്റീരിയനെ കുറിച്ചും പിന്നെ പുതിയതായിട്ട് സ്കൂൾ അഡ്മിഷൻ എടുക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് സ്കൂളിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നത്, പിന്നെ സ്കൂളിൽ അഡ്മിഷൻ്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, പിന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നോക്കേണ്ടത് ഏജ് ക്രൈറ്റീരിയയാണ്. ഏപ്രിൽ മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കുട്ടിക്ക് മാർച്ച് 31 അതായത് തൊട്ട് തലേ മാസം മാർച്ച് 31 ആകുമ്പം പ്രീ കെ ജിയിലേക്കാണ് ആ കുട്ടി പോകുന്നതെങ്കിൽ 3 ഇയേഴ്സ് മാർച്ച് 31 കംപ്ലീറ്റ് ആയിരിക്കണം. ഇപ്പോൾ എൽ കെ ജി ക്ലാസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ മാർച്ച് 31 4 ഇയേഴ്സ് ഫിനിഷ് ആയിരിക്കണം. യു കെ ജിയിലേക്കാണ് പോകുന്നതെങ്കിൽ മാർച്ച് 31 5 ഇയേഴ്സ്. അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണെങ്കിൽ മാർച്ച് 31 ആകുമ്പം 6 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നാണ് ഇവിടുത്തെ UAE ലോയിൽ വെച്ച് പറയുന്നത്. അത് സ്ട്രിക്റ്റാണ്, നമ്മൾ ഏജ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. CBSE സ്കൂളിൽ നാട്ടിലേതും UAEയിലേയും വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അക്കാഡമിക് ഇയറിൽ കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിങ് ടൈം മാത്രം വ്യത്യാസമുണ്ട്. നാട്ടിൽ ജൂണിന് തൊട്ട് നെക്സ്റ്റ് ഇയറിലെ മാർച്ചിലാണല്ലോ ക്ലാസ് തീരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയറിലെ മാർച്ചിലാണ് ഇവിടെ ഫിനിഷ് ആകുന്നത്. ഫിനിഷിങ് എപ്പോഴും മാർച്ചിൽ തന്നെ, കാരണം എക്സാം ഒരേ സമയത്താണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇവിടുത്തെ അവധികൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് വലിയ അവധിക്കുള്ള വ്യത്യാസം വരുന്നത് ഇവിടെ ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ടേം അവിടെ കഴിയും. പിന്നെ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ അവധിയായിരിക്കും. ഓഗസ്റ്റ് എൻഡോട് കൂടിയാണ് വീണ്ടും വലിയ അവധി കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് നാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധിയും ജൂൺ മാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയായിട്ട്. ഏജ് ക്രൈറ്റീരിയയൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് സ്കൂൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് KHDA എന്ന് പറയുന്ന അതോറിറ്റിയാണ്. നമ്മൾ സ്കൂളിൻ്റെ റേറ്റിംഗ് ആണ് നോക്കുന്നത്. KHDAൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. khda.gov.ae എന്നുള്ള സൈറ്റിൽ നോക്കിയാൽ നമുക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിൽസിനകത്ത് സ്കൂളിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും അറിയാൻ പറ്റും. റേറ്റിംഗ് അക്സെപ്റ്റബിൾ, ഗുഡ്, വെരി ഗുഡ്, അങ്ങനെയാണ്, ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആക്സെപ്റ്റബിളായ സ്കൂൾ തൊട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ നല്ലതാണ്. KHDAൻ്റെ പോർട്ടലിൽ ഫൈൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് അവർ ഓർഡറിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ സ്കൂളിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും, ഇൻക്ലൂഡിങ് ഫീസ് ഉൾപ്പെടെയുള്ളത്. അക്സെപ്റ്റബിൾ മുതൽ മുകളിലേക്കുള്ള സ്കൂള് നല്ലതാണ്. താഴേക്കുള്ളതും ഉണ്ട്, സ്കൂളുകളുണ്ട് റേറ്റിംഗ്. പക്ഷേ നമുക്ക് അക്സെപ്റ്റബിൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 2026-27 അധ്യയന വർഷത്തേക്കാണ് കുട്ടീനെ ചേർക്കുന്നതെങ്കിലും നമ്മൾ 2025 സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ ആണ് സ്കൂളിൽ, സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തെ ആഴ്ച മുതലാണ് മിക്ക സ്കൂളുകളിലും അഡ്മിഷൻ സ്റ്റാർട്ട് ആകുന്ന സമയം. അപ്പോൾ നമ്മൾ 2025 സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം മുതൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് കുട്ടീനെ സ്കൂളിൽ വിടാനുള്ള പ്ലാനിങ്ങും അപ്ലൈ ചെയ്യേണ്ട സമയവും ഇപ്പോൾ തുടങ്ങും. സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പടിയായിട്ടുള്ളത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സെലക്ട് ചെയ്ത സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് അതിനകത്ത് അഡ്മിഷൻ എന്നുള്ള ടാബ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടിയുടെ ഡീറ്റെയിൽസ്, പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അതെല്ലാം കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുക. അതോടെ കഴിഞ്ഞു. അത് സ്കൂളിൽ അപ്ലൈ ചെയ്യാനായിട്ട് മിക്ക സ്കൂളിലും ഫ്രീ ആയിരിക്കും കേട്ടോ. പിന്നെ ചില സ്കൂളിലൊക്കെ മാത്രം ഒരു ചെറിയ എമൗണ്ട് ഫീസായിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ടാവും, ഒരു 50 ദിർഹംസ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒക്കെ. മിക്ക സ്കൂളും ഫ്രീ ആണ്. പിന്നെ അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്കൂളിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിർത്തരുത് കേട്ടോ. ഇപ്പോൾ LKGക്ക് ആണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 3-4 സ്കൂളിൽ നിങ്ങൾ ഒരേ സമയം അപ്ലൈ ചെയ്ത് ഇടണം. കാരണം നമുക്ക് ഏത് സ്കൂളിലാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവിടുത്തെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ കിട്ടണം, നമ്മൾ ചെന്നിട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2-3 സ്കൂളിൽ അല്ലെങ്കിൽ ഒരു 3-4 സ്കൂളിൽ നമ്മൾ ഒരേ സമയത്ത് അപ്ലൈ ചെയ്ത് ഇടണം. പിന്നെ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കുട്ടിയുടെയും പേരൻസിൻ്റേതും പാസ്പോർട്ട്, എമിറേറ്റ്സ് ID, വിസ അത് വേണം. പിന്നെ കുട്ടിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരിക്കണം. പിന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ ചില സ്കൂളുകളിൽ ചിലപ്പോൾ കാണൂല. എങ്കിലും നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് പിന്നീടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നെ വാക്സിനേഷൻ്റെ കാർഡും മസ്റ്റാണ്.
പിന്നെ വാക്സിനേഷൻ കാർഡിൽ പിന്നെ വാക്സിനേഷൻ കാർഡ് ചിലപ്പോൾ നാട്ടിലാണ് നമ്മൾ വാക്സിനേഷൻ എടുത്തതെങ്കിൽ ആ ബർത്തൊക്കെ നാട്ടിൽ നടന്ന കുട്ടിയാണെങ്കിൽ അപ്പോൾ ആ വാക്സിനേഷൻ്റെ കാർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ മലയാളത്തിലൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാർഡ്. ആ സെയിം കാർഡ് തന്നെ കൊണ്ടുവന്നാൽ മതി, കാരണം അതിനാണല്ലോ നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് വാക്സിൻ എടുക്കുന്ന സമയത്ത് അവരൊരു സ്ലിപ്പ് അതിലിങ്ങനെ ഒട്ടിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. ആ സെയിം വാക്സിനേഷൻ കാർഡ് തന്നെ നമ്മളിവിടെ സ്കൂളിൽ കൊടുത്താൽ മതി, കാരണം ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ, നമ്പറാണല്ലോ എഴുതുന്നത്, അപ്പോൾ അത് അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇൻ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ദുബായിൽ നിന്ന് പേരൻ്റ് ആയിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കുട്ടിയും അമ്മയും നാട്ടിലാണെങ്കിലും അവരെ കൊണ്ടുവരുന്നത് ഉള്ളെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഒരു നോട്ട് കൊടുത്തിട്ട് താഴെ പറയണം, പിന്നീട് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഡ്മിഷൻ്റെ സമയത്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്യും. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പടിയായിട്ട് വരുന്നതാണ് അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ. അസസ്മെൻറ്റ് ഇൻ്റർവ്യൂവിനെ കുറിച്ച് വലിയ ടെൻഷനൊന്നും അടിക്കണ്ട, അതിന് വലിയതായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കുട്ടികൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുകയുള്ളൂ. പിന്നെ മിക്ക സ്കൂളിലും വലിയ വലിയ ക്ലാസ്സിലേക്കാകുമ്പോൾ എല്ലായിടത്തും റിട്ടൺ ടെസ്റ്റ് തന്നെയാണ് നടത്തുന്നത്. പിന്നെ ചെറിയ ക്ലാസ്സിലേക്ക് LKG ക്ലാസ്സിലേക്കൊക്കെ അവർക്ക് പിന്നെ ഓരോരോ ആക്ടിവിറ്റികൾ കൊടുക്കുക, ലെറ്റേഴ്സിനെ കുറിച്ച് ചോദിക്കുക, ഓരോ പിക്ചറുകളൊക്കെ കാണിച്ചിട്ട് അതിനുള്ളിൽ ഒരു ലെറ്റർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് ഏതാണെന്ന് സെലക്ട് ചെയ്ത് പറയുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. 5 ഫ്രൂട്ട്സിൻ്റെ പേര്, വെജിറ്റബിൾസിൻ്റെ പേര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേക്കുറിച്ച് LKG ക്ലാസ്സിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മൾ അസസ്മെൻറ്റ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ നമ്മൾ കൊണ്ടുപോകണം അന്നേരം കേട്ടോ. അറ്റസ്റ്റഡ് ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോകാൻ ഓർക്കണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ 2-3 സ്കൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്കൂളിൽ നിന്നാണോ അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള മെയിൽ വന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ ചൂസ് ചെയ്യുക, ഫീസൊക്കെ അടച്ച് തിരികെ വരിക. അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ ഫീസൊക്കെ അടച്ച് നമ്മൾ ഇന്ന സ്കൂളാണെന്നൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏപ്രിൽ മാസമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഏപ്രിലിന് മുന്നേ ആയിട്ട് മാർച്ച് മാസം എൻഡിലേക്കൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേരൻസ് ആകുന്ന സമയത്ത് അവരൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും പേരൻസിന്. ഇത്രയൊക്കെയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു, പുതിയ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.